മണിക്കൂറുകൾ മാത്രം ഇന്ത്യൻ സിനിമയിൽ ഒരു മാജിക് സംഭവിക്കാൻ പോകുന്നു. മോഹൻലാലിന്റെ സ്റ്റാർ ഓറയും പൃഥ്വിയുടെ മികവും ഒന്നു ചേരുമ്പോൾ ജനങ്ങൾ ഒരു ബിഗ് മാജിക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകം ഒന്നടങ്കം കൗണ്ട് ഡൗൺ എണ്ണി കാത്തിരിക്കുകയാണ്. ഒരേ ഒരു ലക്ഷ്യം മാത്രം, എമ്പുരാൻ. ട്രെയിലറിന് ശേഷം വന്ന ഓരോ അപ്ഡേഷനുകളും അത്രയേറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. ഇതുവരെ പുറത്തു വന്ന പ്രമോഷൻ കണ്ടന്റുകളെല്ലാം പ്രേക്ഷകരിൽ നിന്ന് മികച്ചതെന്നും പറഞ്ഞാൽ പോരാ, അതിനും മേലെ അത്യുജ്വല അഭിപ്രായങ്ങളാണ് നേടിയിരിക്കുന്നത്. ഗംഭീര അഡ്വാൻസ് ബുക്കിംഗുമായി ആദ്യ ദിവസം തന്നെ റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ലക്ഷ്യമിടുന്നത്. ആകാംക്ഷയ്ക്ക് തീ പിടിപ്പിച്ച ട്രെയിലറും ശേഷം പുറത്തു വന്ന സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്ന വില്ലന്റെ ലുക്കുമെല്ലാം അത്രയ്ക്കങ്ങ് ലെവലാണ്. എവിടെ, എങ്ങനെ, എത്തരത്തിൽ ആകാംക്ഷ കൂട്ടണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അത് മികച്ച രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഊഹാഭോഗങ്ങളും മികച്ച രീതിയിൽ നടക്കുമ്പോൾ സിനിമയ്ക്കൊപ്പം മറ്റു ചില സർപ്രൈസുകളും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വേറൊന്നുമല്ല, മലയാളികൾ കാത്തിരിക്കുന്ന ഒരു പിടി സിനിമകളുടെ ട്രെയിലറുകളായിരിക്കും എമ്പുരാനൊപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മോഹൻലാലിന്റെ തന്നെ ചിത്രമായ തുടരും, നസ്ലിൻ ചിത്രമായ ആലപ്പുഴ ജിംഖാന, മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്ക, ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്നീ സിനിമകളുടെ ട്രെയിലറുകളാണ് എമ്പുരാനൊപ്പം തിയേറ്ററുകളിൽ എത്തുന്നത്. മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമയോടൊപ്പം എത്തുമ്പോൾ അത് ഈ സിനിമകൾക്കെല്ലാം വലിയ സ്വീകാര്യത ലഭിക്കാൻ സഹായകമാകുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷയും. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ഒരു ദൃശ്യ മോഡൽ ചിത്രമാണ് തുടരുമെന്നാണ് ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ 2 പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. രജപുത്ര വിഷ്വൽസ് മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. നവാഗതനായ ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഒരു ഗെയിം ത്രില്ലർ ആയിട്ടാണ് ഒരുങ്ങുന്നത്. മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനാണ് നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രം ഏപ്രിൽ 10-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നസ്ലിൻ, ഗണപതി, ലുക്മാൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഖാലിദ് റഹ്മാൻ, ജോബിൻ ജോർജ്, സമീർ കാരാട്ട്, സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എമ്പുരാൻ നേടുന്ന ആദ്യ ദിന കളക്ഷൻ മറികടക്കാൻ മറ്റൊരു മോഹൻലാൽ ചിത്രമോ അല്ലെങ്കിൽ ഒരു വിജയ് ചിത്രമോ വേണ്ടിവരുമെന്നാണ് പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തലുള്ളത്. ഈ 2 പേരുമല്ലാതെ മറ്റൊരു നടൻ ഈ കളക്ഷൻ മറികടക്കുമെന്നത് താരതമ്യേന പ്രയാസമേറിയ കാര്യമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ താരങ്ങളാണ് മോഹൻലാലും വിജയും. അങ്ങനെ അണിയറ പ്രവർത്തകരും പ്രേക്ഷകരും ആകാംക്ഷയുടെ മുൾമുനയിലാണ്. പ്രതീക്ഷകൾക്കൊപ്പം എമ്പുരാന് വളരാനാകുമോ എന്ന് ഏറെ വൈകാതെ അറിയാം.